മഞ്ച് പ്രസാദമായി ലഭിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ. തെക്കൻ പഴനി എന്ന് കേൾവി കേട്ട ആലപ്പുഴ തലവടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറയാം ഇന്ന്. മഞ്ചു മുരുകന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ആലപ്പുഴയ്ക്ക് സമീപം തലവടിയിലുണ്ടെന്ന അറിവിലെ കൗതുകമാണ് ഈ വിശ്വാസത്തിന് പിന്നിലുള്ള കഥ തേടിച്ചെല്ലാൻ പ്രേരിപ്പിച്ചത്. 300 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന തലവടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തെക്കൻ പഴനി എന്നും അറിയപ്പെടുന്നു. പഴനിയിലേതുപോലെ ബാലമുരുക ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഭക്തർ സമർപ്പിക്കുന്ന നൈവേദ്യവും ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദവും നെസ്ലെ കമ്പനിയുടെ മഞ്ച് ചോക്ലേറ്റ് ആണ്. ഇതുകൂടാതെ മഞ്ചുമാല, മഞ്ചുപാറ എന്നിവയുടെ സമർപ്പണവും മഞ്ചു കൊണ്ടുള്ള തുലാഭാരവും ക്ഷേത്രത്തിലുണ്ട്. എൻ്റെ പേര് രാജീവ് ശർമ്മ എന്നാണ്. ഞാനിവിടെ തെക്കൻ പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. പഴനിയിലെ ബാലമുരുക ഭാവം അതേപടി ഉൾക്കൊണ്ടിരിക്കുന്ന ചൈതന്യവത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ. അതുകൊണ്ടാണ് തെക്കൻ പഴനി എന്ന് പറയുന്നത്. പുരാതനമായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് അനുഗ്രഹങ്ങൾ അവർ പ്രത്യക്ഷമായിട്ട് തന്നെ അവർക്ക് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് ഈ ക്ഷേത്രത്തിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പുരോഗതിയും അഭിവൃദ്ധിയും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരു കുട്ടി പ്രാർത്ഥിച്ച് അവൻ്റെ പരീക്ഷാ വിജയത്തിനായിട്ടും ആഗ്രഹ സാഫല്യത്തിനുമായിട്ട് മഞ്ച് വെക്കുകയും അത് ഭഗവാൻ ഭുജിച്ചു എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. 2 മഞ്ച് വെച്ചതിന് ശേഷം ഒരെണ്ണം ഭഗവാൻ ഭുജിച്ചു, ഒരെണ്ണം പ്രസാദമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം അവരിൽ പൂർണ്ണ ഫലത്തെ സിദ്ധിക്കുകയും പിന്നീടത് വായ്മൊഴിയായി കുട്ടികൾക്കിടയിലേക്ക് വരികയും അത് കുട്ടികളുടെ വിദ്യാവിജയത്തിനും രോഗാരിഷ്ടയ്ക്കും ബാലാരിഷ്ടയ്ക്കുമായിട്ട് സമർപ്പണമായി പിന്നീടത് വലിയ ആളുകളിലേക്കും അവരുടെ കാര്യസാധ്യത്തിനുമായിട്ട് ഭഗവാൻ ഒരു ഇഷ്ട വിഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ട പ്രസാദമായിട്ട് അത് വരികയും അത് പിന്നീട് ക്ഷേത്രത്തിലെ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഞ്ച് മുരുക ക്ഷേത്രം എന്ന് തന്നെ. അപ്പോൾ ഇത് ഉത്സവകാലങ്ങളിൽ സ്ത്രീകൾ താലമായിട്ട് ഒറ്റത്താലം എന്നുള്ളൊരു ചടങ്ങുണ്ട്. വീടുകളിൽ നിന്ന് താലം ദീപം റെഡിയാക്കി അതിൽ മഞ്ച് വെച്ച് ഒക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ പല രീതിയിൽ മഞ്ച് ഇവിടേക്ക് പല ഭാഗങ്ങളായിട്ട് മഞ്ച് ഇവിടേക്ക് വരികയുമാണ്. അതുപോലെ തന്നെ മഞ്ച് കൊണ്ടുള്ള മാല, മഞ്ചിൻ്റെ തുലാഭാരം, മഞ്ചിൻ്റെ പറ, അങ്ങനെയുള്ള എല്ലാവിധ മഞ്ചുമായിട്ട്. കാരണം മഞ്ച് എന്ന് പറയുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ ബാലമുരുക ഭാവത്തിലായിരിക്കുന്നുണ്ട്. ആ ബാലൻ എന്നുള്ളൊരു ഭാവത്തിലിരിക്കുന്നത് സ്വീറ്റുകളും മാമ്പഴം, മിഠായികൾ, ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമുള്ളതാണെന്നൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. ക്ഷേത്രത്തിലെ സ്റ്റോളിൽ നിന്ന് മഞ്ച് വാങ്ങാനാകും. നെസ്ലെ കമ്പനി നേരിട്ട് മഞ്ചെത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സ്റ്റോളിനുണ്ട്. പരീക്ഷാ സമയത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുട്ടി മനസ്സിൽ തോന്നിയതനുസരിച്ച് മഞ്ചു വെച്ച് പ്രാർത്ഥിക്കുകയും കുട്ടിക്ക് പരീക്ഷ എളുപ്പമാവുകയും ചെയ്തതിനെ തുടർന്നാണ് മുരുകന് മഞ്ച് സമർപ്പിക്കുക എന്ന വിശ്വാസം പ്രചാരം നേടിയതെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. കുട്ടികളിലൂടെ മുതിർന്നവരിലേക്കും പിന്നീട് വിവിധ നാടുകളിലേക്കും എത്തിയ ആ വിശ്വാസം പിന്തുടർന്ന് ക്ഷേത്രത്തിൽ മഞ്ച് സമർപ്പിക്കാൻ ഭക്തർ എത്തുന്നു. ഗുരുസ്വാമി എന്നറിയപ്പെടുന്ന ഒരു സന്യാസി പഴനിയിൽ നിന്ന് ദീപം കൊണ്ടുവന്ന് സ്ഥാപിച്ചതിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ആരംഭമെന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു. പഴനിയിലെ ഭഗവാന്റെ അതേ ചൈതന്യം അടങ്ങുന്ന ആ ദീപമാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഉപാസിച്ചു പോരുന്നത്. ഇരുട്ടിനെ അകറ്റിയിട്ട് വെളിച്ചത്തെ കാണിക്കുന്ന ഒരു സംഗതിയാണ് ദീപം എന്ന്. അതുപോലെ അതിൻ്റെ അഗ്രം എപ്പോഴും ഉയരത്തോട്ടായിരിക്കും. അഗ്രേ നൈതീയത അഗ്നി. അപ്പോൾ എപ്പോഴും ഐശ്വര്യവും അഭിവൃദ്ധിയും മുകളിലേക്ക് വരട്ടെ, അല്ല ഉയർച്ചയിലേക്ക് വരട്ടെ എന്നുള്ള പ്രതീകമാണ് ദീപം. അതുകൊണ്ടാണ് ആ ദീപം തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ആ വെളിച്ചം ഇപ്പോഴും ഈ പ്രദേശത്ത് ഈ എല്ലാവർക്കുമായിട്ട് ആ പ്രകാശം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഉത്സവ സമയത്ത് പഴനിയിലേതുപോലെ രഥപ്രദക്ഷിണം പോലെയുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു. 2023 ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും ദൈവപ്രശ്നവും നടന്നിരുന്നു. മഞ്ചുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള, അതായത് പുറത്തുനിന്നുള്ള മഞ്ച് വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിൽ അശുദ്ധി വിഷയങ്ങൾ വരുന്നു എന്നൊരു ദൈവപ്രശ്നത്തിൽ അത് തെളിയുകയും ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര സ്റ്റാളിൽ നേരിട്ട് മഞ്ച് ഇവിടെ സപ്ലൈ ചെയ്തിട്ട് ഇവിടുന്ന് തന്നെയാണ് ഭക്തർ സമർപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ആ അശുദ്ധി വിഷയങ്ങളിൽ നമുക്കത് കൃത്യത പാലിക്കാനൊക്കെ വരികയും ഭഗവാൻ ഇപ്പോഴും മഞ്ച് തന്നെയാണ് പൂർണ്ണമായിട്ട് ഫലസിദ്ധിയായിട്ട് ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. ബാലഭാവത്തിലുള്ള ദൈവത്തിന് മധുരം ഇഷ്ടമാണെന്ന് നിഷ്കളങ്കമായി വിശ്വസിച്ച് മഞ്ച് സമർപ്പിച്ച കുട്ടി, അവൻ്റെ വിശ്വാസം ദേശമനസ്സിലേക്ക് പടർന്നു. അത് ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ആ കഥയെത്തി.
ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. മഞ്ച് മുരുകനെ കുറിച്ചുള്ള കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് അരുൺ ബേബി മാത്യു സൈനിങ് ഔട്ട്. കഥകൾ അവസാനിക്കുന്നില്ല.